ഇന്ന് നമുക്ക് കുറച്ച് വെക്ടർ ഡിസൈൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകൾ പരിചയപ്പെട്ടാലോ? മൈ ഫേവറേറ്റ് ഒരു സൈറ്റാണ് കേട്ടോ, freepik.com. അതിൽ നമുക്ക് ലോഗോ ഡിസൈൻ, ബ്രോഷർ, ഫ്ലയർ, പോസ്റ്റർ, ഐക്കൺസ്, ബാക്ക്ഗ്രൗണ്ട്, അബ്സ്ട്രാക്ട് ഷേപ്പ് തുടങ്ങിയ എല്ലാവിധ വെക്ടർ ഡിസൈൻസും ഈ ഒരു സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഒരുപാട് നമുക്ക് വെക്ടർ ഡൗൺലോഡ്സ് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകൾ ഇന്ന് ലഭ്യമാണ്. ഗൂഗിൾ സെർച്ച് ഓപ്ഷനിൽ നിന്നും www.freepik.com എന്ന് സെർച്ച് ചെയ്യുക. ഇതിൽ നമുക്ക് ലോഗോ ഡിസൈൻ ആണ് നമുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ നോക്കുന്നത് എങ്കിൽ ഇവിടെ പ്രൊഫഷണൽ ലോഗോ ഡിസൈൻസ് എന്ന് കൊടുക്കുക. പ്രൊഫഷണൽ ലോഗോ ഡിസൈൻസ്. ഒത്തിരി നമുക്ക് ലോഗോ ഡിസൈൻസ് ആ ഒരു സൈറ്റിൽ നിന്ന് ലഭിക്കും. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കമ്പനിയുടെയാണ് ചെയ്യുന്നത് എങ്കിൽ ആ ഒരു കാറ്റഗറി നമ്മൾ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു ഐ ടി ആണ് കൊടുക്കുന്നതെങ്കിൽ പ്രൊഫഷണൽ IT ലോഗോ എന്ന് സെർച്ച് ചെയ്യുക. ഇതിൽ ഒത്തിരി നമുക്ക് ഡിസൈൻസ് നമുക്ക് കിട്ടും. അതിൽ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ നോക്കി നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലോഗോ ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഈ ഒരു ലോഗോ ഡിസൈൻ എടുത്തു. ഡാറ്റ സെൻറ്റർ ടാഗ് ലൈൻ ഗോസ് ഹിയർ. അതായത് നമുക്ക് അവിടെ ടാഗ് ലൈൻ കൊടുക്കാനും പിന്നെ എന്താ പറയുക നമ്മുടെ ലോഗോയുടെ പേര് കൊടുക്കാനും ഉള്ള ഒരു സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് ഇത് ടെക്സ്റ്റ് ഫയലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അവിടെ തന്നെ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം. ടെക്സ്റ്റ് ഫയലല്ല കിട്ടുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് വേറെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് നമുക്ക് ലോഗോ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ലോഗോ ഡിസൈൻ ഞാനിവിടെ ഡൗൺലോഡ് കൊടുക്കുകയാണ്. ഇപ്പം നമുക്കിത് ഏതാണ് ഫയലെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ ഇപ്പോൾ PSD ആണോ അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്റർ ഫയലാണോ എന്നറിയാൻ ഈ ഡൗൺലോഡിൻ്റെ ഇവിടെ സൈഡിലൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും AI EPS JPG ഫോൺസ് ഡൗൺലോഡ് സിപ്പ് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇതെന്താണ്, AI ഫയലാണ്, അതായത് ഇല്ലസ്ട്രേറ്റർ ഫയലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും ഫയൽ ഏതാണെന്ന് നമുക്കിവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഞാനിവിടെ ഈ ഒരു ഫയൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തു. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിൽ കാണുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഈ ഒരു ലോഗോ ഇവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഇവിടെ ഒരു ഐക്കൺ കാണാമല്ലേ, അത് പ്രീമിയം ആണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്കിപ്പോൾ പ്രീമിയം ഇങ്ങനത്തെ ഇമേജസ് കണ്ടാലും നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഒരു ഐഡിയയിൽ നിന്ന് എടുത്ത് നമുക്ക് വേറൊരു ലോഗോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കങ്ങനെ ഒരു എന്താ പറയുക ഒരു നോളേജ് കിട്ടാനായിട്ട് കുറച്ച് സെർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മളൊരു പുതിയൊരു ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിന് പറ്റുന്ന കുറച്ച് മോഡൽസ് ആദ്യം റെഫർ ചെയ്യുക. അതിനുശേഷം നമുക്ക് പറ്റുന്ന നമ്മുടെ കുറച്ച് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കുറച്ചൊരു ഐഡിയ നമുക്ക് കിട്ടും അല്ലേ. ആ ഐഡിയ വെച്ച് നമുക്കൊരു പുതിയത് ഒരു പേപ്പറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെയായാലും നമുക്ക് ഡ്രോയിങ് ചെയ്ത് നമുക്ക് ലോഗോ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ ഓൺ ഒരു ലോഗോ ക്രിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ല, ഒട്ടും അറിയില്ല, ഒരു ബേസിക് ഐഡിയ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ സൈറ്റുകൾ ഒരുപാട് ലഭ്യമാണ്. ഇങ്ങനത്തെ ഒരു സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലോഗോ സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ പേര് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ലോഗോ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനിവിടെ ഈ ഒരു ലോഗോ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇവിടെ സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് ഫയലാണെന്ന്. അപ്പോൾ ആ ഒരു ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടി. ഈ ഫയൽ എങ്ങനെ നമുക്ക് ഇല്ലസ്ട്രേറ്ററിൽ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഒരു സൈറ്റും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് കടക്കാം. ഗൂഗിളിൽ flaticon.com സെർച്ച് ചെയ്യുക. flaticon.com. നമുക്കിപ്പോൾ ഒത്തിരി ഐക്കൺസ് ഇവിടെ കാണാൻ സാധിക്കും. ഐക്കൺസ്, ഇൻ്റർഫേസ് ഐക്കൺസ്, ആനിമേറ്റഡ് ഐക്കൺസ്, സ്റ്റിക്കേഴ്സ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഐക്കൺ, എന്താണ് അതിൻ്റെ വ്യത്യാസം, കാര്യങ്ങളെന്നെല്ലാം. ഇപ്പോൾ നമ്മളൊരു ബ്രോഷർ ഡിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ വേണ്ട നമ്മൾ അഡ്രസ്സ്, ലൊക്കേഷൻ, മെയിൽ ID ഒക്കെ കൊടുക്കണതിന് നമ്മളൊരു സൈഡിൽ ഒരു ഐക്കൺ കൊടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട്, അതായത് അധികം ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാതെ സിമ്പിളായിട്ട് നമ്മൾ
ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഐക്കൺ ഡിസൈൻസ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമ്മൾ കോൾ എന്ന് കൊടുത്തു കണ്ടോ, ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ വരുന്നത്. ഇതിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ഈ ഒരു ഐക്കൺ മതിയെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫോർമാറ്റ് ചോദിക്കും. SVG നമ്മൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. അത് പ്രീമിയം ആണ്, നമുക്ക് ഫ്രീ അല്ല. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞത് PNG ആണ്. PNG നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പ്രീമിയം നമുക്ക് എമൗണ്ട് അതിന് എത്രയാണോ ആ ഒരു ഐക്കണിൻ്റെ എമൗണ്ട് അത് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഫ്രീ ആയിട്ട് PNG ഫോർമാറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ ഫ്രീ ഡൗൺലോഡ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഐക്കൺ ഡൗൺലോഡ് ചെയ്ത് കിട്ടി. ഈ ഒരു ഡിസൈൻ ഞാനിവിടെ ഡൗൺലോഡ് കൊടുക്കുമ്പോൾ കണ്ടു SVG ഫോർമാറ്റും PNG ഫോർമാറ്റും. അപ്പോൾ ഞാൻ PNG കൊടുത്തു, ഫ്രീ ഡൗൺലോഡ് കൊടുത്തു. ഈ ഒരു ഐക്കൺ നമ്മൾ ഡൗൺലോഡ് ചെയ്തത് നേരെ ഇലുസ്ട്രേറ്റർ ഫയലിൽ ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. അഡോബി ഇലുസ്ട്രേറ്ററിൽ നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫയൽ കിട്ടുക. PNG ഫോർമാറ്റാണ്. ഇതിലിവിടെ നമ്മൾ ഇമേജ് ട്രേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുന്നു. കണ്ടോ, നമുക്കത് ട്രേസ് ആയ അപ്പോൾ തന്നെ നമുക്ക് കിട്ടി. ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്പാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തൊട്ട് അവിടെ തന്നെ നമുക്ക് കാണുന്നതായിരിക്കും. അവിടെ എക്സ്പാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ നമ്മൾ കൊടുക്കുക. അതിനുശേഷം ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് ഭാഗമുള്ളതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങളൊരു ബോക്സ് വരച്ച് കൊടുക്കുക. അതിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്യാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഐക്കൺ ഇവിടെ ഇലസ്ട്രേറ്ററിൽ കൊണ്ടുവന്നിട്ട് നമുക്കതിനെ വെക്ടറാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മളൊരു ബ്രോഷറോ അല്ലെങ്കിൽ പോസ്റ്ററോ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഒരു കോൾ ഐക്കൺ അത്രയും ചെറുതാക്കിയാണല്ലോ നമ്മൾ കൊടുക്കുക. ചെറുതാക്കിയിട്ട് ഇവിടെ നമ്മൾ ഫോൺ ചെയ്യേണ്ട നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ഐക്കൺ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കി. ഇനി നമുക്ക് ഒരു വെക്റ്റർ ഡിസൈൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആ ഫയൽ ഞാൻ ഇല്ലുസ്ട്രേറ്റർ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്തു. നമ്മൾ ഡൗൺലോഡ് ചെയ്തത് ഈ ഒരു വെക്റ്റർ ഡിസൈനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ടെക്സ്റ്റ് ഫയലല്ല അല്ലേ. നമുക്ക് ഇത് ഇമേജായിട്ട് മാറിക്കഴിഞ്ഞു. അതായത് ഇത് കർവ്ഡ് ഫയലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റിയിടുക. എന്നിട്ട് ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ആദ്യം എഴുതുക. ടെക്സ്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഒരു എത്രയാണ് ഫോണ്ട് സൈസ് എന്നുള്ളത് ഇവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് വേണ്ട ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ടെക്നോ ലോഗോ. നിങ്ങൾക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഇതിൽ ഇത് ഒരൊറ്റ കളറാണ്. ഈ ഒരു കളറും ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ. ഈ ഒരു കളറിൽ തന്നെ ഇത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഫയൽ സെലക്ട് ചെയ്യുന്നു. നമുക്ക് വേണ്ട ആ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഗ്രേഡിയൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ രണ്ട് കളറും കോഡും എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സ് വരച്ചു, ഇവിടെയും ഒരു ബോക്സ് വരച്ചു. അപ്പോൾ ഈ ബോക്സിൽ എനിക്ക് ഈ ഒരു കളർ വേണം, ഈ ഒരു ബോക്സിൽ ഈ കളറും കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ കളർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളർ കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്തു. അതിനുശേഷം ഈ ഒരു ബോക്സിൽ വന്ന് അതിൻ്റെ ഫില്ല് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വാല്യൂ മാറ്റി കൊടുക്കാം. അപ്പം ഞാനിവിടെ വാല്യൂ മാറ്റി കൊടുത്തു. ഇവിടെ എനിക്ക് ഈ ഒരു കളറിൻ്റെ വാല്യൂ വേണം. അപ്പം ഞാനത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തു. ഇവിടെ കൊണ്ടുവന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്തു. കണ്ടോ, അപ്പോൾ നമുക്ക് ആ ഒരു കളറ് നമുക്കിവിടെ കിട്ടി. ഇനി എന്താണ്, നമുക്കിത് ടെക്സ്റ്റിലേക്ക് കൊടുക്കണം അല്ലേ. അപ്പോൾ എന്താ വേണ്ടത്, നമുക്കിവിടെ ഒരു ലോഗോ ഇവിടെ നമുക്ക് ഇത്തിരി ബോൾഡായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡ് മാത്രം ടെക്സ്റ്റ് വെച്ച് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഇപ്പോൾ ഈ ഒരു ഫോണ്ട് നമ്മൾ കൊടുത്ത് അതിനായിട്ട് മാച്ച് ആണല്ലോ. അപ്പോൾ നമ്മൾ ഫോണ്ട് മാറ്റേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ ഫോണ്ട് വേണ്ട, വേറെ ഫോണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാരക്ടറിൽ
ഇവിടെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം കേട്ടോ, ഏത് ടൈപ്പ് വേണമെങ്കിലും. ഇപ്പോൾ ഞാൻ ഇത് തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാം. ലോഗോ ടെക്സ്റ്റിന് എനിക്ക് ഈ ഒരു കളറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഐ ഡ്രോപ്പർ വെച്ചിട്ട് അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു കളർ ഇവിടെ ഫില്ലായി വന്നിട്ടുണ്ടാവും. കണ്ടോ? അപ്പോൾ ഞാൻ ഈ മുമ്പത്തെ നമ്മൾ എഴുതിയ ടെക്സ്റ്റ് ഇവിടെ റിമൂവ് ചെയ്യാണ്. ഈ ഒരു കളർ നമ്മളിവിടെ റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഇത് ഗ്രൂപ്പാണ്, അപ്പോൾ അൺഗ്രൂപ്പ് ചെയ്തു. ഇതിവിടെ ഞാൻ റിമൂവ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാനിവിടെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഗ്രൂപ്പ് ചെയ്ത് മുകളിലേക്ക് ഡിസൈൻ മുകളിലേക്ക് കൊടുത്തു. ടെക്നോ ലോഗോ എന്നുള്ളത് താഴേക്കും കൊടുത്തു. നോക്കുമ്പോൾ ഇത്തിരി ടെക്സ്റ്റ് വലുതാണല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ട്, നിങ്ങൾക്ക് ആ ഡിസൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ ഫോണ്ട് സൈസ് ഒന്ന് കുറച്ച് കൊടുക്കുക. രണ്ടും കൂടെ നമ്മളിവിടെ നേരെ രണ്ടും സെലക്ട് ചെയ്തിട്ട് സെൻറ്റർ അലൈൻ കൊടുക്കുക. കണ്ടു? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ടെംപ്ലേറ്റ്സിൽ നിന്ന് എടുത്തിട്ട് അത്രയും പെട്ടെന്ന്, ഇതധികം നമുക്ക് ടൈം എടുക്കാതെ തന്നെ നമുക്ക് ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ച് നല്ലൊരു ലോഗോ ഡിസൈൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ചും കൂടെ വലുതാക്കാൻ രണ്ടും അതായത് ഗ്രൂപ്പായിട്ടാണല്ലോ കിടക്കുന്നത്, സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഷിഫ്റ്റ് ആൻഡ് ഓൾട്ട് പ്രസ് ചെയ്ത് ഈ ഒരു കോർണറിൽ കൊണ്ടുപോയി ഒന്ന് മൗസ് ഡ്രാഗ് ചെയ്യുക. നമുക്ക് ഈ ഒരു സൈസിൽ മതി. ഗ്രൂപ്പ് ചെയ്യുക, സെൻറ്റർ അലൈൻ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലോഗോ ഡിസൈൻ. ഇതുപോലെ നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സിൽ നിന്ന് നല്ല രീതിയിൽ ലോഗോ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ലോഗോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് ടെംപ്ലേറ്റ്സ് എടുക്കുക, അത് എഡിറ്റ് ചെയ്തിട്ട് ആദ്യം പഠിക്കുക കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.